മഴ അങ്ങോട്ട് മാറുന്നപ്പോഴത്തേനും വെയിൽ എൻ്റെ പൊന്നും ഒന്നും പറയണ്ട. ചൂടുകൊണ്ട് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇരിക്കാൻ വരാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോഴാണ് ഏട്ടൻ കുറച്ച് മോരും കൊണ്ട് വന്നതെങ്കിൽ പിന്നെ ഒരു മോരും വെള്ളം അങ്ങ് വെച്ച് കാച്ചാന്ന് വിചാരിച്ചിട്ടോ. അപ്പം പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, മോരെടുത്ത് കലക്കാനായിട്ട് എടുത്തു വെച്ചു. എന്നിട്ടാണെങ്കിൽ കുറച്ച് കാന്താരി ഇരിപ്പുണ്ടായിരുന്നു. കാന്താരി ഞാൻ ചതച്ചിടാത്തെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ കാന്താരി പ്രിയരൊന്നും ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കാന്താരി ഇഷ്ടം. അപ്പം കുറച്ച് അരിവ് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കേട്ടോ. ഉള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്, അതും ഏട്ടന് മാത്രം. മോരും വെള്ളത്തിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയി ഇഞ്ചി മിക്സ് ചെയ്തുകൊണ്ട് അതിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ മോരും വെള്ളം കുടിക്കാം. ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മോരിന്റെ ഗുണം കൊണ്ടാണോ അതോ എന്റെ കൈയുടെ ഗുണം കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കാണെങ്കിൽ ഇന്നൊരു മുട്ടച്ചോറ് അല്ലെങ്കിൽ മുട്ട ബിരിയാണി സ്റ്റൈലില് നമുക്ക് ഉച്ചഭക്ഷണം അങ്ങനെ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ മുട്ട ബിരിയാണി ഇവിടെ ഉണ്ടാക്കുന്നതിന് 2 റീസൺ ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ വേറെ കറിയൊന്നും വേണ്ട, അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ രണ്ടാമത്തെ റീസൺ എനിക്കൊഴികെ ബാക്കി 3 പേർക്കും ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ വേണമെങ്കിലും ഉച്ചയ്ക്ക് വേണമെങ്കിലും രാത്രി വേണമെങ്കിലും ഇത് പൊക്കോളൂ. പിന്നെ ഒരു പ്രത്യേകം അറിയപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല ഗൈസ്, അത് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നില്ല കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണണമെങ്കിൽ എൻ്റെ മുട്ട ബിരിയാണിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോയി ചെക്ക് ചെയ്താൽ ഏകദേശം ഞാൻ എങ്ങനെയാണ് മുട്ട ബിരിയാണി ഉണ്ടാക്കുക എന്നൊക്കെ അത് കാണാൻ പറ്റും. ഇതോടെ ചേർത്തിട്ട് 2ാമത്തെ ടൈമാണ് ഞാൻ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം പ്രാക്ടീസ് ആണല്ലോ മുഖ്യം ബിഗിലെ. ഈ വീഡിയോയ്ക്കകത്ത് വിഷ്വൽസ് കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത്, നിങ്ങളൊക്കെ ഇങ്ങനെയാണ് മുട്ട പുഴുങ്ങാൻ ഇടാറെന്നും കൂടെ പറയണം കേട്ടോ. ഞാനാണെങ്കിൽ മുട്ട ഒക്കെ കഴുകിയിട്ടേ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കാറുള്ളൂ കേട്ടോ. പുഴുങ്ങിടുമ്പോൾ ചില മുട്ടകളൊക്കെ പൊട്ടിപ്പോവാറുണ്ടല്ലോ, അത് അങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനൊരു ഇതാണ് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ കഴുകിയിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ വെക്കാറ്. പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് പിടിച്ചാലല്ലേ നാവിന് പിടിക്കുള്ളൂ. അപ്പം നമ്മൾ മനസ്സിനെ പിടിപ്പിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ചെയ്യണമെന്നേ. അപ്പോൾ ഇതാ മുട്ടയൊക്കെ ഞാൻ എടുത്ത് മസാലയ്ക്കകത്ത് ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയൊന്നും നോക്കാം, അല്ല നേരെ ചോറൊക്കെ തട്ടിക്കൊടുക്കുക. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോസിനകത്ത് പോയി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തൂ ഗൈസ്. അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കഴിച്ചാൽ മാത്രം മതി. ഇതിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 പേര് നേരത്തെ അവിടെ ഹാജരായി ഇരിപ്പുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. പിന്നെ ബിരിയാണി നല്ല ഏത് സാധനമാണെങ്കിലും അതിന് ടേസ്റ്റ് നല്ലപോലെ അറിയണമെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറണമല്ലോ. അതിനുള്ള ക്ഷമയില്ലാതെ എന്ത് ചെയ്യാനാ. അപ്പം പിന്നെ ഇവർക്ക് ക്ഷമയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റ.